ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവിലോട്ടൊരു യാത്ര പോവാണ്. ഫ്ലൈറ്റിലൊന്നുമല്ല, ഫെറിയിലാണ് പോണത്. അതായത് റേറ്റ് കുറവുണ്ട്. ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ ഒരുപാട് പൈസയാകും. അത്രയും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് മെട്രോ കയറി ഫെറി കിട്ടുന്ന സ്ഥലത്തോട്ട് പോകാം. അവിടെ ചെന്നിട്ട് വലിയ ചാർജൊന്നുമില്ല, വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. ഫ്ലൈറ്റിലൊക്കെ പോകണമെങ്കിൽ നല്ല ചാർജാകും. ഇവിടെ നിന്ന് മെട്രോയിൽ നിന്ന് വലിയ സമയം എടുക്കത്തില്ല അങ്ങോട്ട് പോകാൻ, പെട്ടെന്ന് പോകും. 2 സ്റ്റോപ്പേ ഉള്ളൂ. അതിൻ്റെ ഇവിടെ ചെന്നിറങ്ങിയത് തന്നെ, മെട്രോയിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ ഫെറിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ടാണ്. അവിടെ നിന്ന് കുറച്ച് നടക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പലിൻ്റെ പടം ഉള്ളതുകൊണ്ട് നോക്കി ഇങ്ങ് പോയാൽ മതി. 3ാമത്തെ ഫ്ലോറാണ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്കൊരു യാത്ര പോവാം. ഇവിടെ നിന്ന് മുകളിൽ കയറി ചെല്ലണം. ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോകണം. ബോർഡൊന്നും കാണുന്നില്ല. ഗ്രൗണ്ട് ഫ്ലോർ എത്തിയത്. വഴി തെറ്റിപ്പോയി കേട്ടാ. ഞാനീ പുറത്തിറങ്ങി. ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ ഉണ്ട്. ഓക്കെ, എനിക്ക് വഴി പറഞ്ഞു തന്നിട്ട് ഒരാൾ. അങ്ങനെ അങ്ങോട്ടേക്ക് യാത്രയായി. ഫുള്ളായിപ്പോയി. അടുത്തതിലിപ്പോൾ എന്തായാലും ലിഫ്റ്റിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. എന്തായാലും ലിഫ്റ്റ് എത്തി. അകത്ത് കയറി 3ാമത്തെ ഫ്ലോർ എത്തി. എല്ലാവരും പുറത്തോട്ടിറങ്ങണം. എല്ലാവരും മക്കാവിലോട്ട് പോകാനുള്ള യാത്രയാണെന്ന് തോന്നുന്നു. ഞാനും വേണ്ട പുറത്തോട്ടിറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് 2 സൈഡിലോട്ട് പോകാം. മക്കാവിൽ തായ്പൈ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മക്കാവുണ്ട്. 2 സ്ഥലത്ത് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തായ്പേയിലോട്ട് പോകാനുള്ള ഫെറിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മക്കാവോ. എന്തായാലും നമുക്ക് മക്കാവിലോട്ട് പോകാം. 2 അടുത്തടുത്ത് തന്നെയാണ്. എന്നാലും മക്കാവോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചുകൊണ്ട് മക്കാവിലോട്ട് പോകാം. ഇവിടുന്ന് അല്ലേ ടെർബോ ജെറ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ടായിരിക്കും കയറി പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ബോർഡിങ്ങൊക്കെ എഴുതി വെച്ചായിരുന്നു. ടിക്കറ്റ് എടുക്കണം ഫസ്റ്റ് അങ്ങോട്ട് പോകണമെങ്കിൽ. ആദ്യം പോയി ടിക്കറ്റ് എടുത്തിട്ടേക്ക് വരാം. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തോട്ട് പോയി. ടിക്കറ്റിന് വളരെ തുച്ഛമായ പൈസയുള്ളൂ കേട്ടോ. നമുക്ക് പോയി അവിടെ മക്കാവിൽ 30 ദിവസത്തെ എൻട്രി കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് പോകുമ്പോൾ വിസയ്ക്ക് ചാർജ് കാര്യങ്ങളങ്ങനെ ഒന്നുമില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാനും വലിയ ചാർജില്ല. നമ്മൾ ബസ്സിൽ കയറുന്ന കണക്ക് തന്നെ പോയിട്ട് വരാവുന്നൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്നും പറഞ്ഞിറങ്ങിയതാണ്. അതിൻ്റെ ആൾക്കാരൊക്കെ ക്യൂ നിൽപ്പുണ്ട്. ഓക്കെ, വലിയ ക്യൂ ഒന്നുമില്ല. എനിക്ക് വലിയ ആളൊന്നും കാണത്തിരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് അകത്തേക്ക് കയറാം. ഇവിടെ നിന്ന് ഇനിയിപ്പം ഈ വഴി, ഇവിടെ നേരത്തെ കണ്ട വഴി തന്നെ അകത്തോട്ട് കയറാം. അതായിരിക്കുമെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ ബോർഡിങ്ങിൻ്റെ ഒരു ബോർഡ് കണ്ടില്ലായിരുന്നു. ആ വഴി അകത്തോട്ട് കയറാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ജെറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് വഴി ആയിരിക്കും. ബോർഡിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. ആരടുത്തും ചോദിച്ചൊന്നുമില്ല. അങ്ങ് നടക്കുവാണ്. ഓക്കെ, ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. അകത്തോട്ട് ആളുണ്ട് കേട്ടോ. അകത്ത് പോയി എന്തായാലും ഒന്ന് നോക്കിയിട്ട് അകത്ത് പോയി നോക്കാമല്ലേ. ഇതുവഴി അങ്ങ് പോവാം. അതിൻ്റെ പുറത്തോട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ജെറ്റിലാണ് നമുക്ക് പോകാനുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ എത്തി. മാറിപ്പോയ മക്കാവ് തായ്പയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കാണിച്ചു നോക്കാം. അങ്ങോട്ടല്ലെന്ന് പറഞ്ഞേട്ടാ. ഇവിടെയല്ല, ഇത് തായ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളതാണ്. ഇതുവഴി ഇപ്പുറം പോവാം. അപ്പുറ സൈഡിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇങ്ങോട്ടൊരു ബോർഡ് കൊടുത്താകുന്നു. അങ്ങോട്ടേക്ക് പോയി നോക്കാം. എല്ലാവരും അങ്ങോട്ട് പോവുകയാണെന്ന് കേട്ടോ. തന്നെ അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഫസ്റ്റ് പിടിച്ച് ഇത് തന്നെ. ഇനി അകത്തോട്ട് കയറി നോക്കാം.
ഇവിടെ അങ്ങനെ വലിയ പ്രൊസീജിയറും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഇത് പിന്നെ വേറെ രാജ്യമാണെങ്കിലും പോണതിനൊന്നും വലിയ സെക്യൂരിറ്റി ചെക്കിങ് ഒന്നും ഇല്ല കേട്ടോ അവിടെ. ഞാൻ പറഞ്ഞില്ലേ ആ റെഡിൽ തന്നെ നമ്മൾ പോകണം, അതിൻ്റെ അടുത്ത്. ഇവിടെ വേറെ ഒന്നുമില്ല, ടിക്കറ്റ് പാസ്പോർട്ടും കാണിച്ചാൽ മാത്രം മതി കേട്ടോ. അവിടെ വെച്ച് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റാഞ്ഞ. ഇനി ഇവിടെ നിന്ന് താഴോട്ട് പോകണം. താഴോട്ടിറങ്ങി സമയമായി, ചെന്നൊന്നേ പോവാം. ഒരുപാട് നേരം നിൽക്കേണ്ടി വരത്തില്ല എന്ന് തോന്നുന്നു. നോ സ്മോക്കിംഗ് ആണ് ഇവിടെ. സ്മോക്ക് ചെയ്യാനൊക്കെ പ്രത്യേക സ്ഥലമുണ്ട്, അതുകൊണ്ട് ആരും നോ സ്മോക്കിങ്ങിൻ്റെ അടുത്ത് സ്മോക്ക് ചെയ്യാറില്ല. എല്ലാവരും ബാഗ് തൂക്കി കിടക്കുകയാണ്. എനിക്കും ഉണ്ട് ബാഗ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അത് തന്നെ കേട്ടോ. ഇവിടെ ഇനി എത്തിയില്ല, ഇത് ഒരുപാട് ദൂരം നടക്കാണ്ടോ. എത്തിയല്ലേ, ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത്രയും പേര് അങ്ങോട്ട് പോകാൻ തന്നെ. ടിക്കറ്റ് എടുക്കാൻ ഇത്രയും ക്യൂ ഇല്ലായിരുന്നു കേട്ടോ. മുകളിൽ നിന്നൊക്കെ ആൾക്കാരിറങ്ങി വരുന്നുണ്ടെന്നോ. എല്ലാവരും നിരന്നിരിപ്പുണ്ട് ഇവിടെ. ഇതുവഴിയാണ് പോകേണ്ടത്. ഓക്കെ, എന്നെയും കാത്ത അവിടെ ജെറ്റ് അവിടെ കിടപ്പുണ്ട്, അതിൽ കയറി ഒരു പോക്ക് പോകണമെങ്കിൽ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം.